മുല്ലപ്പെരിയാറിൽ നിന്ന് ജലപ്രവാഹമുണ്ടായാൽ ഈ ഷട്ടറുകൾ തുറന്നുവിട്ട് അണക്കെട്ടിനെ സംരക്ഷിക്കാമെന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത്. അങ്ങനെ അണക്കെട്ടിനെ സംരക്ഷിച്ചാലും ഇതിന് താഴേക്കുള്ള ലക്ഷങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണവും ഉണ്ടാവില്ല. 70 ദശലക്ഷം ഘനയടി വെള്ളം സംഭരിക്കാൻ ശേഷിയുള്ള ഇടുക്കിയിൽ ഇപ്പോൾ 59 ദശലക്ഷം ഘനയടി വെള്ളമുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ 11.5 ദശലക്ഷം ഘനയടി വെള്ളം കൂടി സംഭരിക്കാൻ ലക്ഷ്യമിട്ട് ഇടുക്കിയിലെ ജലനിരപ്പ് സർക്കാർ കുറച്ചുകൊണ്ടുവരികയുമാണ്. എന്നാൽ വെള്ളം മാത്രമായി ഒഴുകിയെത്തിയാലാണ് ഇങ്ങനെ സംഭരിക്കാൻ കഴിയുമെന്ന് വിദഗ്ധർ പറയുന്നു. ചെറിയ ഉരുൾപൊട്ടൽ വരുമ്പോൾ നമുക്ക് കാണാം അടിയിലെ പാറ തെളിയുന്നിടം വരെയുള്ള ഭാഗത്തെ ഉരുൾപൊട്ടിയാണ് പോരുന്നത്. ഇതേ സ്ഥിതിയാണ് മുല്ലപ്പെരിയാറിനും ഉണ്ടാകുന്നത്. അപ്പം വെള്ളം പോരുന്നവിടെ മണ്ണും മരങ്ങളും അതിൻ്റെ മുകളിൽ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള മരങ്ങളും അവനുൾപ്പെടെയുള്ള ആൾക്കാരാണ് പോരുന്നത്. അപ്പം അതിനെ താങ്ങാൻ ഇടുക്കിക്കല്ല ഒരു ഡാമിനും ശേഷിയില്ല. 40 അടി നീളവും 34 അടി ഉയരവുമുള്ള 5 ഷട്ടറുകളാണ് ചെറുതോണി അണക്കെട്ടിനുള്ളത്. ഇവ തുറന്നാൽ സെക്കൻഡിൽ 3850 ക്യൂബിക് മീറ്റർ വെള്ളമാണ് താഴേക്ക് പ്രവഹിക്കുക. ഇത് പെരിയാറ്റിൽ 100 അടിയിലധികം ഉയരത്തിലുള്ള വെള്ളപ്പാച്ചിലായിരിക്കും ഉണ്ടാക്കുകയെന്ന് KSEB പണ്ടേ സ്ഥാപിച്ചിട്ടുള്ള സൂചനാ ബോർഡുകൾ വ്യക്തമാക്കുന്നു. ചെറുതോണി ടൗണിലെ ഏറ്റവും വലിയ കെട്ടിടമാണിത്. 5 ഷട്ടറുകൾ തുറന്നാൽ ഈ കെട്ടിടത്തിന്റെയും 20 അടി മുകളിലൂടെയാവും ജലപ്രവാഹം ഉണ്ടാവുക. ഇതിനൊപ്പം ലോവർ പെരിയാർ, ഭൂതത്താൻകെട്ട് അണക്കെട്ടുകളിലെ വെള്ളവുമായിരിക്കും സമതലമായ ആലുവ എറണാകുളം മേഖലയിലേക്ക് സമുദ്രം പോലെ എത്തുക. ഇടുക്കിയിൽ നിന്നും ക്യാമറമാൻ ജോബി മാത്യുവിനൊപ്പം KG പ്രദീപ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.